സമയം 9:17 മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നത്തെ. ആ, ഒരു ഇന്നലത്തെ ക്ലോസ് ആയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓപ്പൺ ആയത്. വലിയ ഗ്യാപ്പ് അപ്പോ വലിയ ഗ്യാപ്പ് ഡൗൺ എന്ന് പറയാനില്ല. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൽ മെയിനായിട്ട് നോക്കേണ്ട ലെവൽസ് ഇതാണ്: 25,436. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ട്രേഡ് നോക്കാം. പിന്നെ ഈ താഴെ നിന്ന് 25,119, 24,919 ഈ റേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഈ സമയം 12:06. ഇതുവരെ നമുക്ക് ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വരുവാണ്. ഈ ഒരു ലോയ്ക്ക് താഴെ മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. എന്തായാലും ഫസ്റ്റ് എൻട്രിയാണ്, നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇത് മാർക്കറ്റ് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഞാൻ 25,200 കോൾ ഓപ്ഷൻ എടുക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ താഴെ ഈ ഒരു ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസായി ഇനി അടുത്ത ക്യാൻഡിൽ ഇതിന് താഴെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. ഇതിന് താഴെ വന്നപ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടെ റിസ്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ താഴെ കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പോകുമെന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് 116.40 എൻട്രി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എസ് എല്ലും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 പോയിൻ്റാണ് ഞാൻ എസ് എൽ വയ്ക്കാറ്. അപ്പോൾ ഒരു 111 എസ് എൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇവിടെ വരെ ടാർഗറ്റ് പോകും. എന്തായാലും നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. എന്താണ് എസ് എൽ ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും നമുക്ക് എന്തായാലും നോക്കാം. വളരെ ചെറിയ എസ് എല്ലാണ് വച്ചേക്കുന്നത്, 5 പോയിൻ്റ് മാത്രം പ്രീമിയത്തിന്. ഇതിന് താഴെയും വേറെ ലിക്വിഡിറ്റി ഏരിയസ് ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചിലപ്പം മാർക്കറ്റ് അങ്ങോട്ടേക്കും പോകാം. എന്തായാലും നമുക്ക് നോക്കാം. ഇത് എസ് എൽ അടിക്കുവാണെങ്കിൽ നമുക്കിനി വീണ്ടും നല്ലൊരു ഏരിയ തുടങ്ങി ട്രേഡ് കിട്ടുവാണെങ്കിൽ നോക്കാം. എന്താണ് ഇന്ന് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് എൻട്രി എടുത്തിടുന്നൊരു 5 പോയിൻറ്റ്സ് ഒക്കെ പ്രീമിയം കിട്ടിയിട്ടുണ്ട്. ഒരു 1,500 രൂപ പ്രോഫിറ്റ് റണ്ണാവുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് IDX ഈ ലെവൽ അവിടെ വരെ ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ഒരു 4,500 പിടിപ്പിച്ച് ഇപ്പം പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എടുത്ത പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഒരു 16 പോയിൻറ്റ്സ് അടുപ്പിച്ചായി. 17 പോയിൻറ്റ്സ് ഒക്കെ ആയി. 5,500 ഒക്കെ ആയി. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒരു 5 മിനിറ്റ് IDX ആണ്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഏകദേശം 20 പോയിൻറ്റ്സ് അടുപ്പിച്ച് കിട്ടും. ഇവിടുന്ന് മാർക്കറ്റിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. നല്ലൊരു പുഷ് കിട്ടുവാണെങ്കിൽ ഇവിടെ വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം.
ഇത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വരച്ചിരുന്നില്ല, ഇവിടെ ഒരു 5 മിനിറ്റ് IDX ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഇത് എടുത്തിട്ട് ചിലപ്പോൾ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതല്ല, ഇവിടെ നിന്ന് നല്ലൊരു മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് താഴെ നിന്ന് ഈ ഒരു IDX എടുക്കാൻ വരുമ്പം അവിടെ നിന്ന് എങ്ങാനും അടുത്ത എൻട്രി നോക്കാം. എന്തായാലും വാച്ച് ചെയ്ത് നോക്കാം. നമുക്ക് 6,000 പ്രോഫിറ്റ് വന്നതാണ് നേരത്തെ, 20 പോയിൻറ്റ്സാണ് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എബോവ് 20 പോയിൻറ്റ്സ് കിട്ടണം. ഇനി എന്തായാലും മാർക്കറ്റ് തിരിച്ചു പോയാലും നമുക്ക് ഈ ട്രെയിനിൽ ലോസ് ഇല്ല. ഞാൻ എന്തായാലും നമ്മുടെ ടാർജറ്റ് അല്ലല്ലേ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് ട്രയൽ ചെയ്ത് നമ്മുടെ ഒരു 117 വെച്ചിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 116 ടാർജറ്റ് SL 117 വെച്ചിട്ടുണ്ട്. ഏകദേശം 12.9 എടുത്ത ട്രേഡാണ്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം പുറത്തായി. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ ടാർജറ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. ഏകദേശം 30 പോയിൻറ്റ്സ് എബവ് ആയി. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് ചെയ്യുകയാണ്. 5 മിനിറ്റ് IDX എടുത്തത് കൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. എനിക്ക് ഇവിടെ വരെ നോക്കണമെന്നുണ്ടായിരുന്നു ടാർജറ്റ്. പക്ഷേ ഇവിടെ ഒരു 5 മിനിറ്റ് IDX ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്കത് റിസ്ക് എടുക്കണ്ട. ഇനി വേറെ നല്ല ട്രേഡ് കിട്ടുവാണെങ്കിൽ എടുക്കാം. എന്തായാലും ഇപ്പോൾ നമുക്കൊരു 8,700 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി വേറെ നല്ല ട്രേഡ് കിട്ടുവാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇന്നത്തേക്ക് നിർത്തും. എന്തായാലും നമുക്ക് നോക്കാം, നല്ല ട്രേഡ് കിട്ടുവാണെങ്കിലേ എടുക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ വ്യൂ കറക്റ്റായിരുന്നു. നമ്മുടെ പറഞ്ഞ 5 മിനിറ്റ് IDX എടുത്ത് മാർക്കറ്റ് താഴേക്ക് പോയി. നമ്മുടെ എക്സിറ്റും കറക്റ്റായിരുന്നു. അത് എക്സിറ്റ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ SL എന്തായാലും അടിച്ചു തന്നെ. അപ്പോൾ നമ്മുടെ അടുത്തൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുവാണെങ്കിൽ നോക്കാം. നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. സമയം 2:20 നമുക്ക് ഒരു എൻട്രിയും കൂടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം, കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എൻട്രി കൂടെ നോക്കാം. ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ താഴെ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. നമുക്ക് നോക്കാം, ഇതിന് താഴെ വരണം, അപ്പോഴേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് SL അടിക്കുവാണെങ്കിൽ നമ്മൾ ഇതോടെ നിർത്തുകയാണ് ട്രേഡിങ്. ഇപ്പോൾ തന്നെ 2:20 അപ്പം ഇനി പിന്നെ വേറെ ട്രേഡ് ഞാൻ ഇനി എടുക്കത്തില്ല വന്നാലും. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡാണ്. ഓക്കെ, ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 130.80 ട്രേഡ് കിട്ടി. അപ്പോൾ ഒരു 5 പോയിൻറ്റ് SL വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 125 ഞാൻ വയ്ക്കുകയാണ്. 125.50 SL വയ്ക്കുന്നു. ചെറിയൊരു ലോസിലായിപ്പം. നമുക്കൊരു 130.80 കിട്ടി. ഞാനൊരു 125.80 SL അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. SL ആണെങ്കിൽ നമുക്ക് ഇതിവിടെ നിർത്തുന്നു. അപ്പോൾ എന്താണെന്ന് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമുക്ക് നോക്കാം.
മാർക്കറ്റ് നമ്മുടെ ട്രേഡ് എടുത്തെടുത്ത് ഒരു 20 പോയിൻ്റൊക്കെ വന്നിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡേ ടൈം ഫ്രെയിമിൽ ഒരു IDX എടുത്തിട്ട് അതിൻ്റെ വീണ്ടും അവിടേക്ക് വന്നപ്പോൾ എടുത്തൊരു കൺഫർമേഷൻ കിട്ടി എടുത്തൊരു ട്രേഡാണിത്. അപ്പം എൻ്റെ ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈ വരെ നോക്കാൻ പറ്റും. പക്ഷേ ഇപ്പം തന്നെ 2:30 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു 30 പോയിൻറ്റിന് മുകളിൽ കിട്ടുമ്പം എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ വരെ വരുമോ നോക്കാം. ഇവിടെ വരെ വരുവാണെങ്കിൽ നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും 2:30 ആയി. അപ്പോൾ ഇനി കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുന്നത് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്താണ് നോക്കാം. ഏകദേശം ഒരു 14,000 പ്രോഫിറ്റ് കാണിച്ചാണ്. എന്നിട്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി മാർക്കറ്റ്. നമുക്ക് എന്തായാലും നോക്കാം. ഏകദേശം 18 പോയിൻറ്റോളം പ്രീമിയം നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ സെക്കൻഡ് ട്രേഡും കൂടെ ആയതുകൊണ്ട് ഇതിൽ ഞാൻ ഇനി റിസ്ക് എടുക്കുന്നില്ല. ഞാൻ നമ്മുടെ SL അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നമ്മുടെ എൻട്രി ലെവലിലോട്ട് തന്നെ വെച്ച് എനിക്ക് 130-180 ട്രേഡ് കിട്ടി. 31 ഞാൻ ഇപ്പോൾ SL അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ട്രേഡ് തിരിച്ചു പോയി നമുക്ക് ലോസ് ഇല്ല. ഓക്കെ, അപ്പോൾ 20 പോയിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എടുത്ത് 130 കിട്ടി, 150 വരെ വന്നിട്ടുണ്ട്. സമയം ഏകദേശം 2:35 കഴിഞ്ഞു. അപ്പം 2:45 അടുപ്പിച്ചാവാറായി. അപ്പോൾ ഇനി ചിലപ്പം മാർക്കറ്റ് മൂവ്മെൻറ്റ് ചിലപ്പം നല്ലപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇനി ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ മിക്കവാറും ഉടനെ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇത് സെക്കൻഡ് ട്രേഡ് ആയതുകൊണ്ട് ഇനി ഇതിലെനിക്ക് ലോസ് വരുത്താൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഓരോ 15 പോയിൻ്റ് കയറുമ്പോഴും 5 പോയിൻ്റ് ഞാൻ SL ട്രയൽ ചെയ്യുകയാണ്. അപ്പോൾ 21 പോയിൻ്റ് ആദ്യം ഇവിടെ വരെ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എടുത്ത എൻട്രി ലെവലിൽ നിന്ന് ഒരു 5 പോയിൻ്റ് മുകളിലേക്ക് SL അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 136 ഇപ്പം 139 എത്തി. അപ്പോൾ അടിക്കുവാണെങ്കിൽ 136 SL അടിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 30 പോയിൻ്റ് ആയിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട്. 130 കിട്ടി, 160 വരെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് ചെയ്യാം. പക്ഷെ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകുന്ന എൻ്റെ ഒരു വ്യൂ. ഒന്ന് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പം 2:45 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്തായാലും എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു 160.70 എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിന്ന് 2 ട്രേഡ് ഓവറോൾ പ്രോഫിറ്റ് ഒരു 18,400 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ട്. 2 ട്രേഡും പ്രോഫിറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.